സലാം, ഞാൻ സംസാരിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് നമ്മൾ ഈ കാറിൻ്റെ ടയറൊക്കെ ഓടി ഓടി തേയുമ്പോൾ ചിലപ്പോൾ പുറകിൽ കിടക്കുന്ന ടയർ എടുത്ത് ഫ്രണ്ടിലിടും, ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ എടുത്ത് ബാക്കിലിടും എന്ന രീതിയിൽ ആ സ്റ്റെപ്പിന് പോലും പരീക്ഷിക്കാൻ തയ്യാറാവാത്ത വിധം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുമല്ലോ. ലീഗ് ഈ ആകെയുള്ളത് 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്. മൂന്നാമത്തെ ഒന്ന് ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ പ്രശ്നം ലീഗ് കുറേ കാലമായി നേരിടുന്നുണ്ട്. ഇത്തവണയും കാര്യമായി നേരിട്ടു. വേണ്ട എന്ന് വെക്കുന്നു. രാജ്യസഭ എന്നൊരു സെറ്റിൽമെൻറ്റ് പൊസിഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇങ്ങനെ കാറിൻ്റെയൊക്കെ ടയർ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും മാറ്റും പോലെ ഒരു പരീക്ഷണത്തിനപ്പുറത്തേക്ക് ലീഗ് പോകുന്നില്ല. അത് ലീഗിൻ്റെ ഒരു പ്രശ്നമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. അത് ലീഗ് അനുഭാവികളിലും പ്രവർത്തകരിലും നിഴലിക്കുന്നു എന്നുകൂടി അദ്ദേഹത്തിന് ഈ പ്രചരണ രംഗത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ബോധ്യമായി എന്നാണ് പറഞ്ഞത്. വളാഞ്ചേരിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി നല്ല പ്രബുദ്ധത നേടിയ ഒരു പ്രദേശമാണ്. പൊന്നാനി മണ്ഡലത്തിലെ ഒരു നല്ലൊരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒരു കാറിൻ്റെ ടയർ പിന്നിലെ ടയർ മുന്നിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. യാത്ര സുഗമമായിരിക്കുക, യാത്രക്കാരന് നല്ല സൗകര്യം അല്ല, ഓടിത്തഴിഞ്ഞ ടയറാണെങ്കിൽ നമുക്കത് മാറ്റി വെക്കാമല്ലോ. അങ്ങനെ ഓടിത്തഴിഞ്ഞ ടയറാന്നുള്ളത് പറയേണ്ടത് ആ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയല്ലല്ലോ. ഞാൻ ഈ മുന്നണിയുടെ നേതൃത്വം, അതിൻ്റെ പ്രവർത്തകർ, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളല്ലേ. നിങ്ങൾ ഈ നാട്ടിലെ ആളുകളോടൊന്ന് ചോദിച്ചു വെക്കാം, എന്താണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങളൊരു ചർച്ച ചെയ്യും. സലാം, അപ്പം എന്ന് വെച്ചാൽ ഈ 7 നിയോജക മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗ് കമ്മിറ്റികളും ലീഗ് അനുഭാവികളും അങ്ങനെ ഒറ്റ സ്വരത്തിൽ സമദാനിയെ പൊന്നാനിക്ക് തരൂ എന്ന് ആവശ്യപ്പെടുകയും എന്നാണോ, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? പിന്നെ UDF പ്രവർത്തകരും മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരും. അപ്പോൾ ETA വേണ്ടെന്ന് അവർ പറഞ്ഞോ? ETA വേണ്ടെന്ന് അങ്ങനെ ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ നാടായ, അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണ് പിന്നെ മലപ്പുറം മണ്ഡലം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹം ഉണ്ടാവില്ല. അതൊരു തെറ്റാണോ? സമദാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് പൊന്നാനി. ETA സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. എനിക്ക് മനസ്സിലായ കാര്യം, 2011 മുതൽ 16 വരെ ഈ വളാഞ്ചേരി അങ്ങാടി ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന കോട്ടക്കൽ മണ്ഡലത്തെ MLA ആയിരുന്നു അബ്ദുൾ സമദ് സമദാനി. ഈ അടങ്ങുന്ന സലാം വളാഞ്ചേരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടിനി അടുപ്പിക്കരുത് എന്ന് പറഞ്ഞ് മറ്റൊരവസരം കൊടുക്കാതെ വിട്ടാണ് മുസ്ലിം ലീഗ്. അത്രയും മികച്ച ആളാണ്. അങ്ങനെ മികച്ച ഭാഗ്യം ചെയ്ത് സുഹൃതം ചെയ്ത് ജനങ്ങളായിരുന്നെങ്കിൽ കോട്ടക്കൽക്കാർക്ക് പിന്നെയും ആവശ്യപ്പെടായിരുന്നല്ലോ അബ്ദുൾ സമദ് സമദാനി എനിക്ക് MLA വേണമെന്നുള്ളത്. അപ്പോൾ കോട്ടക്കലിലെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, യൂത്ത് ലീഗുകാർക്ക് പ്രത്യേകിച്ച് അറിയാം. വീട്ടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ MLA ഉള്ളിലില്ല എന്ന് പറഞ്ഞ ആളെ മടക്കി അയച്ച അനുഭവങ്ങളൊക്കെ ആ സമയത്ത് ഈ നാട് ഒന്നടങ്കം ചർച്ച ചെയ്താണ്. അബ്ദുൾ സമദ് സമദാനിയെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ET മുഹമ്മദ് ബഷീറിനെ 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും കണ്ടെങ്കിൽ അബ്ദുൾ സമദ് സമദാനിയെ തീരെ കാണാൻ കഴിയാത്ത അവസരം വരും എന്നുള്ളത് മലപ്പുറംകാർ അനുഭവമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ പറയുന്ന കോമഡി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്സ് മാറ്റി വെച്ചു, കോട്ടക്കൽ ബൈപ്പാസിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫ്ലക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. ഇതാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം. ഒരു കാരണം പറയണ്ടേ? പൊന്നാനി മണ്ഡലത്തിൽ 15 കൊല്ലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ET മുഹമ്മദ് ബഷീറിനെ എന്തുകൊണ്ട് ഇവിടുന്ന് മാറ്റി? അല്ല, അദ്ദേഹം കാരണം പറഞ്ഞല്ലോ, ETയുടെ നാടതാണ്, അദ്ദേഹത്തിന് സൗകര്യം അതാണ്. അപ്പോൾ ഇത്രയും കാലം നാട്ടിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? 2006 തിരൂരിൽ മത്സരിച്ച് തോറ്റതല്ലേ? അതിനുശേഷം പിന്നെ എന്തുകൊണ്ടാണ് പൊന്നാനി മത്സരിച്ചത്? ET 15 കൊല്ലം ഇവിടെ ഇരുന്നു, ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. സംഘപരിവാരത്തിനെതിരെ ഏറ്റുമുട്ടാൻ ബാധ്യതയുള്ള മുസ്ലിം ലീഗ് സമുദായത്തെ പ്രതിനിധീകരിച്ചു പോയ മുസ്ലിം ലീഗിന് വേണ്ടി ജയിച്ചു പോയ ET മുഹമ്മദ് ബഷീർ കാര്യമാത്ര പ്രസക്തമായ ഇടപെടൽ പാർലമെൻറ്റിൽ നടത്തിയില്ല. ETയെ പൊന്നാനിലെ ജനതയും സമദാനിയെ മലപ്പുറത്തെ ജനതയും പായിപ്പിക്കും, ഓടിച്ചിട്ട് വോട്ട് ചോദിച്ചു വന്നിട്ട് എന്തുകൊണ്ട് പിന്നെ കണ്ടില്ല എന്ന് ചോദിക്കും. അത് ഭയന്നാണ് അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും പൊന്നാനിയിലെ ETയെ മലപ്പുറത്തേക്ക് മൾട്ടാ പുൾട്ട പരിപാടി മാറ്റിയത്, മറ്റൊന്നുമല്ല. ശരി.